നമസ്കാരം. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിൽ 4 ഇടങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ള സീറ്റുകളിൽ ധാരണയായി. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തത് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, വടകര എന്നിവിടങ്ങളിലാണ്. 6:15 ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ 6:15 തുടങ്ങിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ രാഹുൽ ഗാന്ധി തർക്കമണ്ഡലങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കും. വയനാട്ടിൽ ടി സിദ്ദിഖ്, KP അബ്ദുൾ മജീദ് എന്നിവരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാകും. എറണാകുളത്ത് KV തോമസോ ഹൈബി ഈഡനോ ആയിരിക്കും സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, മാത്യു കുഴൽനാടൻ, PC വിഷ്ണുനാഥ് എന്നിവർ ലിസ്റ്റിലുണ്ട്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, ജോസഫ് വാഴക്കൻ എന്നിവരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാകും. തീരുമാനമായ സീറ്റുകൾ ഇനി പറയുന്നു. കാസർഗോഡ് സുബ്ബയ്യ റായ്, കണ്ണൂർ K സുധാകരൻ, കോഴിക്കോട് MK രാഘവൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, പാലക്കാട് VK ശ്രീകണ്ഠൻ, തൃശൂർ TN പ്രതാപൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരം ശശി തരൂർ. ഇതാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ. ദില്ലിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയാണ്. വിശദാംശങ്ങളുമായി B ബാലഗോപാൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ എന്തായാലും പിന്നിട്ടിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഏകദേശം 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം 6:30 മണിക്ക് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ആരംഭിച്ചിരുന്നു. കേരളത്തിന് പുറമെ ഒറീസ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില സീറ്റുകളുടെ പ്രഖ്യാപനവും ഉണ്ടാകും. ഒറീസയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകുന്നതെന്ന് വേണം കരുതേണ്ടത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 16 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഇതിൽ 13 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് 12 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് ഏറെക്കുറെ തീരുമാനം ആയിട്ടുണ്ട്. അതിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നത്. അത് ഏറെ നേരത്തെ നികേഷ് വായിച്ച പട്ടിക പോലെ തന്നെ കാസർഗോഡ് I സുബ്ബറായ്, കണ്ണൂർ K സുധാകരൻ, അതുപോലെ തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പ്രശ്നം നിലനിൽക്കുന്നത് വയനാട്, അതുപോലെ തന്നെ വടകര, ഇടുക്കി, എറണാകുളം ഈ മണ്ഡലങ്ങളിലാണ് ഇപ്പോഴും ഈ തർക്കം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തത നിലനിൽക്കുന്നത്. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒഴിയുന്ന വടകരയിൽ വിദ്യാ ബാലകൃഷ്ണന്റെ പേരിനാണ് മുൻതൂക്കം ഉള്ളത്. എന്നാൽ P ജയരാജനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കാൻ കെൽപ്പ് വിദ്യയ്ക്കുണ്ടോ എന്ന സംശയം പല നേതാക്കളും ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ തീരുമാനം കോൺഗ്രസ് സമിതി എടുക്കുന്ന തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനം നിർണായകമാണ്. ഈ വടകരയിൽ വിദ്യാ ബാലകൃഷ്ണന് പുറമെ രാജ്മോഹൻ ഉണ്ണിത്താന്റെയും അതുപോലെ തന്നെ T സിദ്ദിഖിന്റെയും പേരുകൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വയനാട് മണ്ഡലം I ഗ്രൂപ്പിന് വേണമെന്ന ഒരാവശ്യമാണ് I ഗ്രൂപ്പ് ഉന്നയിക്കുന്നത്. കാരണം MA ഷാനവാസ് I ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലാണ് 2009 മുതൽ അവിടെ മത്സരിക്കുന്നത്. പക്ഷേ അവിടെ A ഗ്രൂപ്പിലെ T സിദ്ദിഖിന് വേണ്ടി ഉമ്മൻചാണ്ടി ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. A ഗ്രൂപ്പിനാണെങ്കിൽ ആ മണ്ഡലം സ്വാഭാവികമായും സിദ്ദിഖ് തന്നെ മത്സരിക്കുന്നതായിരിക്കും. I ഗ്രൂപ്പിനാണെങ്കിൽ ഷാനിമോൾ ഉസ്മാന്റെയും KP അബ്ദുൾ മജീദിന്റെയും പേരുകളാണ് ഉള്ളത്. ഇതിൽ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായില്ല എങ്കിൽ നിലമ്പൂരിൽ നിന്നുള്ള VV പ്രകാശിന് ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്ന് വേണം കരുതേണ്ടത്. ഇടുക്കിയിൽ ജോസഫ് വാഴക്കനും ഡീൻ കുര്യാക്കോസും തമ്മിലാണ് ഈ തർക്കം നിലനിൽക്കുന്നത്. A ഗ്രൂപ്പിന് വേണ്ടി A ഗ്രൂപ്പിന്റെ സീറ്റാണ് എന്ന ഒരു അവകാശമാണ് അവർ ഉന്നയിക്കുന്നത്. മുമ്പ് PT തോമസ് A ഗ്രൂപ്പിലായിരുന്നപ്പോഴായിരുന്നു ഇടുക്കിയിൽ മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഡീന് ആ മണ്ഡലം വേണമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ ആവശ്യം. ഇതിനോട് ഏത് തരത്തിലാണ് ഹൈക്കമാൻഡ് പ്രതികരിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എറണാകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ നിന്നുള്ള ഏതാണ്ട് ഏറെക്കുറെ എല്ലാ നേതാക്കളും അവിടെ ഹൈബി ഈഡന്റെ പേര് തന്നെയാണ് പറയുന്നത്. പക്ഷേ തോമസ് മാഷിന്, KV തോമസിന് സോണിയ കുടുംബവുമായുള്ള ബന്ധം കാരണവും ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ എന്താണ് നിലപാടെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തതിനാലുമാണ് അവിടെ ഈ പാനൽ അവതരിപ്പിക്കുന്നത്. പൊതുവെ നേതാക്കളുടെ വിചാരം ഈ KV തോമസ് P രാജീവിനെതിരെ മത്സരിച്ചാൽ അത് വലിയ പ്രതീക്ഷ ആ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഹൈബിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ AI ഗ്രൂപ്പുകൾക്ക് തർക്കമില്ല. ഹൈബിക്കാണ് വിജയ സാധ്യത എന്ന കാര്യത്തിൽ. പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമായി വരിക. ഇടുക്കിയും പത്തനംതിട്ടയും
പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി എന്ന് ഉറപ്പിച്ചോ? ഇടുക്കിയിലാണെങ്കിൽ ഒരുപക്ഷെ വയനാട് ഐ ഗ്രൂപ്പിന് കൊടുക്കുകയാണ് എങ്കിൽ ഇടുക്കി ആർക്കായിരിക്കും? പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ന് വൈകിട്ട് വരെ വലിയ തോതിലുള്ള അവ്യക്തതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പത്തനംതിട്ടയിൽ ഈ ആന്റോ ആന്റണി എന്ന മാധ്യമങ്ങളോട് താൻ മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം അല്ലെങ്കിൽ അത്തരത്തിൽ ഉറപ്പ് ലഭിച്ചു എന്ന കാര്യം പറയുകയാണ് ഉണ്ടായത്. അതായത് പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഏതാണ്ട് ആന്റോ ആന്റണിയുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം ആയി കാണുമെന്ന് വേണം കരുതേണ്ടത്. നേരത്തെ ഉമ്മൻചാണ്ടി മത്സരിക്കും എന്ന ഒരു ധ്വനിയായിരുന്നു ഉണ്ടായിരുന്നത് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഉമ്മൻചാണ്ടി ഒരു കാരണവശാലും അദ്ദേഹത്തിന് ദില്ലിയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന കാര്യം അദ്ദേഹം ഈ അടുത്ത നേതാക്കളെ മറ്റും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ മറ്റും അറിയിക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് സിറ്റിംഗ് MP എന്ന നിലയിൽ ആന്റോ ആന്റണിക്ക് തന്നെ ഒരു അവസരം കൂടി നൽകണമെന്ന ഒരു നിർദ്ദേശവും എ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ ആന്റോയുടെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകില്ല എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് സമിതിയാണ്, പരമോന്നതമായ സമിതി. ആ സമിതിയിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും സമിതിക്ക് മുമ്പായ പോയ പേരുകളിൽ ഇപ്പോൾ ഉള്ളത് ആന്റോ ആന്റണിയുടെ പേര് മാത്രമാണ്. ഈ വയനാടും ഇടുക്കിയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളുടെയും പഴയ, അതായത് ഇതിന്റെ ബാക്ക് ഹിസ്റ്ററിയാണ് വളരെ ഈ ചർച്ചകളിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. PT തോമസ് പണ്ട് മത്സരിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് എ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലായിരുന്നു ഈ വയനാട് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയതെന്നാണ് ഏക്കാർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏക്ക് അവകാശപ്പെട്ടതാണ് വയനാട് ഇടുക്കി എന്ന നിലപാട് എ ഗ്രൂപ്പ് ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡീൻ കുര്യാക്കോസിന്റെ പേര് അതുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഡീനിന് വിജയസാധ്യതയില്ല എന്നാണ് ഐ ഗ്രൂപ്പുകാർ പൊതുവെ പറയുന്നത്. അതുകൊണ്ടാണ് ജോസഫ് വാഴക്കന്റെ പേരും അവിടെ പറയുന്നത്. 2009 വയനാട് മണ്ഡലം ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഈ വയനാട് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവിടെ MA ഷാനവാസാണ് മത്സരിച്ചിരുന്നത്. ഐയുടെ അക്കൗണ്ടിലായിരുന്നു MA ഷാനവാസിന് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഐക്ക് ഈ സീറ്റ് ഒരു കാരണവശാലും വിട്ടു നൽകാനാകില്ല എന്നും APCC സെക്രട്ടറി KP അബ്ദുൾ മജീദിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നുമാണ് ഐ ഗ്രൂപ്പ് ശക്തമായി ഉന്നയിക്കുന്നത്. പക്ഷേ ഈ സ്ഥിതിക്ക് വേണ്ടി ശക്തമായ നിലപാടാണ് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ അതായത് ഈ വയനാടിന്റെ വിജയ സാധ്യതയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചകൾ എത്രത്തോളം ഈ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കോൺഗ്രസിൽ പലർക്കും താല്പര്യമുള്ള മണ്ഡലമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ? അതായത് ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ കൂടുതൽ കരുത്തരൊക്കെ വേണമോ എന്ന കാര്യത്തിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാട് വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ പല നേതാക്കളും പറയുന്നത് പോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയ്ക്കോ അല്ല, മറിച്ച് രാഹുൽ ഗാന്ധിയുടെ ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രത്തോളം ഇതിൽ ഇടപെടുമെന്നാണ് ഇനി അറിയേണ്ടതായുള്ളത്. ബാലഗോപാൽ, അല്പസമയത്തിനകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗത്തിന് ശേഷം വാർത്താക്കുറിപ്പുണ്ടാകും. ആ വാർത്താക്കുറിപ്പിന്റെ വിശദാംശങ്ങളുമായി B ബാലഗോപാൽ ദില്ലിയിൽ നിന്ന് ചേരും. നമ്മോടൊപ്പം PM ഗോപിനാഥ് CPIM നേതാവ്, നിജേഷ് അരവിന്ദ് കോൺഗ്രസ് നേതാവ്, PM വേലായുധൻ BJP നേതാവ്, അജയ് തറയിൽ കോൺഗ്രസ് നേതാവ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോണിലായാലും. അജയ് തറയിൽ, ഇപ്പോൾ ഏറ്റവും പ്രധാനമായും കീറാമുട്ടിയായി നിൽക്കുന്നത് വയനാടും ഇടുക്കിയുമാണ്. വയനാട് ഐ ഗ്രൂപ്പിൻ്റെ MI ഷാനവാസ് ആയിരുന്നു അവിടുത്തെ സിറ്റിംഗ് MP. അതുകൊണ്ട് ഐ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നു. ഇടുക്കിയിൽ നേരത്തെ ഡീൻ കുര്യാക്കോസ് എന്ന എ ഗ്രൂപ്പുകാരനായിരുന്നു. അതുകൊണ്ട് എ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നു. പക്ഷേ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ടി സിദ്ദിഖാണ് അവിടെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി എന്നറിയാം. എങ്കിൽ പോലും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയല്ല, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് സീറ്റ് വിഭജനം എന്നതുകൊണ്ടാണ് KP അബ്ദുൾ മജീദിൻ്റെ പേര് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ ഇടുക്കിയിൽ ജോസഫ് വാഴക്കനും വയനാട്ടിൽ ടി സിദ്ദിഖുമാണെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ലിസ്റ്റ് ആയിരിക്കില്ലേ? അജയ് തറയിൽ. അജയ് തറയിൽ കേൾക്കാമോ താങ്കൾക്ക്? റൈറ്റ്, അജയ് തറയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ശ്രീ PM വേലായുധൻ, കോൺഗ്രസിനെ മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലോ. BJPയുടെ കാര്യത്തിൽ പത്തനംതിട്ടയിലാണ് എല്ലാവരും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 4 സ്ഥാനാർത്ഥികളാണ് പത്തനംതിട്ടയ്ക്ക് മാത്രം. PS ശ്രീധരൻപിള്ള എന്ന സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ
കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, കെ സുരേന്ദ്രൻ, എം ടി രമേശ്. ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പല്ല, പല ഗ്രൂപ്പ്. ഇല്ല, ഒരൊറ്റ ഗ്രൂപ്പും ബി ജെ പിക്ക് ഇല്ല. പക്ഷേ മത്സരിച്ച് ജയിക്കണമെന്ന ആഗ്രഹം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല, വ്യക്തിപരമായി ഓരോരുത്തർക്കും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവിടെ മത്സരിച്ചാൽ കൊള്ളാം, ഞാൻ മത്സരിച്ചാൽ ജയിക്കും എന്നൊരു മാനസികമായ ഒരു കാഴ്ചപ്പാട് ഈ 3-4 പേർക്കും അവിടെ ഉണ്ട്. അത് എ ഗ്രൂപ്പോ ബി ഗ്രൂപ്പോ അല്ലെങ്കിൽ സി ഗ്രൂപ്പോ അങ്ങനെ ഗ്രൂപ്പ് കോൺഗ്രസിനെ പോലെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല. ബി ജെ പിയെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു തർക്കത്തിൻ്റെ കാലം ഉണ്ടായിട്ടില്ല. കാരണം അന്നെല്ലാം പാർട്ടി വളരെ താഴെത്തട്ടിൽ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിൽ വിജയസാധ്യത വന്നു തുടങ്ങിയെന്നാണ്. സ്വാഭാവികമായും അങ്ങനെയാണ്. പല സർവേകളിലും 8-9 സീറ്റെങ്കിലും ജയിക്കാനുള്ള സാധ്യത കേരളത്തിൽ കാണുന്നു എന്ന് പല സർവേകളിലും പറഞ്ഞിട്ടുണ്ട്. മസ്റ്റായിട്ടും 5 സീറ്റ് ജയിക്കും എന്ന് പറഞ്ഞ സർവേകളും അനവധിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് മത്സരിക്കണം എന്നൊരു ആഗ്രഹം എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടാവും. ശ്രീ അജയ് തറയിൽ, ഒരു മിനിറ്റ്. അജയ് തറയിൽ നോക്കൂ, അവസാനം ചില സീറ്റുകളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേരുകയാണ്. രാഹുൽ ഗാന്ധിക്ക് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലളിതമായ തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ? അതോ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ പോരടിക്കുന്ന നിലയാണല്ലോ ഇപ്പോൾ കാണുന്നത്? ഹലോ, അജയ് തറയിൽ പറഞ്ഞോളൂ. അജയ് തറയിൽ കേൾക്കാമോ? വീണ്ടും അജയ് തറയിലേക്ക് പോകാം. ശ്രീ പി എം വേലായുധൻ, നോക്കൂ, പണ്ട് വിജയസാധ്യതയില്ലായിരുന്നു, ഇപ്പോൾ വിജയസാധ്യതയുണ്ട്. ആ വിജയസാധ്യത തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ എന്നീ 3 മണ്ഡലങ്ങളിലാണ് വിജയസാധ്യത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ പിടിവരുന്നത്. കാരണം തിരുവനന്തപുരം കുമ്മനമായി, ഇനി പത്തനംതിട്ടയും തൃശ്ശൂരും മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നു. പത്തനംതിട്ട എല്ലാവർക്കും വേണം എന്നുള്ളത് സ്വാഭാവികമായ ഒരു ആഗ്രഹമാണ് അല്ലേ? അതിനകത്ത് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അതിൽ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട്, തൃശ്ശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം, മാവേലിക്കര ഈ 5 പാർലമെൻറ്റ് മണ്ഡലത്തിലും മുൻപ് കിട്ടിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, കഴിഞ്ഞ തവണ കിട്ടിയ 7 അസംബ്ലി മണ്ഡലങ്ങളിലെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2 ലക്ഷം 2 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും പാർലമെൻറ്റ് മണ്ഡലത്തെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാവേലിക്കര നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. ഞാൻ മത്സരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ 2942 വോട്ടാണ്. എൻ്റെ മത്സരത്തിന് ശേഷം അത് 32,000 വോട്ടായി മാറി. അങ്ങനെ 7 മണ്ഡലങ്ങളുടെ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് എബവ് 2 lakhs വോട്ടിൻ്റെ മുകളിൽ ഈ 7 മണ്ഡലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. വലിയ ജനമുന്നേറ്റം ഈ ഒരു കാലയളവിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ ജനപിന്തുണ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ശതമാനമൊക്കെ നല്ല രീതിയിൽ വർദ്ധിച്ചു. അതുകൊണ്ട് സ്വാഭാവികമായും തോൽവി എന്നുള്ളതാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ടത്. അല്ല, അവിടെ അതുകൊണ്ട് തന്നെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് എല്ലാവരും കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ തർക്കം നിങ്ങൾക്ക് തർക്കം ഇന്ന് പരിഹരിക്കും. തർക്കം ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ ഈ തർക്കം പരിഹരിച്ചിരിക്കും. കാരണം അതിന് തക്കതായ ശക്തിയുള്ള യുക്തിയുള്ള ഒരു കേന്ദ്ര നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അവകാശങ്ങൾ ആർക്കും ഉന്നയിക്കാം. പക്ഷേ സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തീരുമാനം എല്ലാവരും ശിരസാ വഹിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കേഡർ പാർട്ടിയൊന്നുമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തർക്കങ്ങൾ അവരുടെ ജനാധിപത്യമാണ്, ഈ ഗ്രൂപ്പിസം എന്നാണ് അവരെപ്പോഴും പറയാറുള്ളത്. ആ നിലയിൽ അവർക്ക് കുറേ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തർക്കങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് പതിവാണ്. CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തും, ആദ്യം തോൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താ പറയുക, കല്ലേ പിളർക്കുന്ന കൽപ്പന പോലെയാണ് അവിടെ നിന്ന് മോദി ഷാ. പോട്ടെ, അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ നിജേഷ് അരവിന്ദ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ. നിജേഷ്, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നോക്കൂ, ഈ വയനാട്, വടകര, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ലോക്സഭാ മണ്ഡലങ്ങളിൽ ചെറിയ തർക്കങ്ങളല്ല. നമ്മൾ 80കളിലും 90കളിലും കണ്ട കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം തിരികെ വരികയാണ്. ഇത്രയും കാലം സ്ഥാനാർത്ഥികളെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇന്നിപ്പോൾ കാണുന്നത് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിലുള്ള 2 ഗ്രൂപ്പുകൾ പോരടിക്കുന്നതാണ്. അതിൽ എന്താ സംഭവിക്കുന്നത്? വയനാട് പോലുള്ള ഒരു ഉറച്ച സീറ്റിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് ആകെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അംഗീകരിക്കാൻ കഴിയുന്ന പേരുകളല്ല ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്.
ഇപ്പോൾ സിറ്റിംഗ് സീറ്റുകൾ മധ്യ തിരുവിതാംകൂറിൽ വലിയ നിലയിൽ അപജയം സംഭവിച്ചിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെയും. ഇപ്പോൾ മലബാറിലായിക്കൊള്ളട്ടെ, UDF-ൻ്റെ ഉറച്ച കോട്ടകളായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം തന്നെയും ഒരുപക്ഷെ വേണമെങ്കിൽ തോൽവി പോലും ഉണ്ടാകാൻ കഴിയുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് പോരാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതല്ലേ ശരി? കേട്ടിട്ടില്ലേ ശ്രീ ദിജേഷ്? താങ്കൾ ചോദ്യം കേട്ടിട്ടില്ലേ? അവസാന ഭാഗം കേൾക്കാൻ കേട്ടില്ല. ഒന്നുകൂടി ഞാൻ മടങ്ങിയെത്താം. ശ്രീ അജയ് തറയിൽ താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. നോക്കൂ, സീറ്റ് വിഭജനം എവിടം വരെയായി? സ്ഥാനാർത്ഥി നിർണയം എവിടം വരെയായി അജയ് തറയിൽ? ഞാൻ ഇന്നലെ പറഞ്ഞില്ല കേഷേ, സീറ്റ് വിഭജനം ഒരു പാനൽ ഓഫ് കാൻഡിഡേറ്റ്സ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഒരു 3-4 സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കുന്ന കൂട്ടത്തിൽ തീരുമാനിക്കും. 9 മണിയോടുകൂടി കേരളത്തിന്റെ കോൺഗ്രസിന്റെ ലിസ്റ്റ് പുറത്തു വരും. രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ ഒരു പടക്കുതിരകളുടെ ലിസ്റ്റ് 9 മണിക്ക് പുറത്തു വരും. അതോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ ചവിട്ടി നിർദ്ദേശിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ആരംഭിക്കാൻ പോവുകയാണ്. ചുണക്കുട്ടികളും മിടുക്കന്മാരുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നോക്ക് ശ്രീ അജയ് തറയിൽ, ഞാൻ നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത് ഇതാണ്. നോക്ക്, വയനാട്, വടകര, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ഈ ലോക്സഭാ സീറ്റുകളിലാണ് ഇപ്പോൾ കോൺഗ്രസിന് തർക്കമുള്ളത്. ഇതിൽ വയനാട് ഐ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് KP അബ്ദുൾ മജീദിൻ്റേത്, എ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് T സിദ്ദിഖിൻ്റേത്. സമാനമായി ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും ജോസഫ് വാഴക്കനുമുണ്ട്. ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസ് എന്ന എ ഗ്രൂപ്പുകാരനായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് എ ഗ്രൂപ്പിന് അവകാശപ്പെട്ട സീറ്റ് എന്ന നിലയിൽ നമുക്ക് കാണാം. വയനാട് നേരത്തെ MI ഷാനവാസാണ് മത്സരിച്ചത്. അവിടെ MI ഷാനവാസിൻ്റെ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ ഐ ഗ്രൂപ്പിന് ആ സീറ്റ് വേണം എന്ന് അവരും അവകാശപ്പെടുന്നു. അപ്പോൾ അവസാന ഘട്ടത്തിലെ തർക്കം യഥാർത്ഥത്തിൽ, ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല, ഈ തർക്കം യഥാർത്ഥത്തിൽ കൊണ്ടുചെന്നെത്തിക്കുക താരതമ്യേന നിങ്ങളുടെ ലിസ്റ്റിലുള്ള പേരുകളിൽ തന്നെ ദുർബലമായ സ്ഥാനാർത്ഥികളിലേക്കല്ലേ? ഇപ്പോൾ ഇടുക്കി എന്നാൽ എ ഗ്രൂപ്പ് കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഡീൻ കുര്യാക്കോസിലേക്ക് എത്താം. വയനാട് എന്നാൽ ഐ ഗ്രൂപ്പിൽ തന്നെ തുടരട്ടെ എന്ന് വിചാരിച്ചാൽ KP അബ്ദുൾ മജീദിലേക്ക് എത്താം. ആ നിലയിൽ അവസാന ഘട്ടത്തിലെ ഈ ഗ്രൂപ്പ് തർക്കം യഥാർത്ഥത്തിൽ ഒരു ദുർബല സ്ഥാനാർത്ഥിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ? വടകരയിൽ വയനാടിൽ കോൺഗ്രസ് ഒരു കുറ്റിച്ചൂല് നിർത്തിയാലും ജയിപ്പിക്കാവുന്ന അവസ്ഥയുള്ള സ്ഥലമാണ്. ഇടുക്കിയിൽ വയനാടുകാരെ കേൾക്കുന്നുണ്ടല്ലോ ദൈവം. വർഷം കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ കസ്തൂരംഗ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങള് ആ ഉടലെടുത്തത് കൊണ്ട് ഉണ്ടായ സംഭവവികാസങ്ങളാണ് ശ്രീ ജോസ് ജോർജിനെ ജയിച്ചത്. ശ്രീ ജോസ് ജോർജ് വളരെ കോൺട്രവേഴ്സ്യൽ ആയ ഒരു കാൻഡിഡേറ്റ് ആണ്. ഭൂമിയെ മുടക്കമുള്ള കയ്യേറ്റം മുടക്കമുള്ള നിരവധി കാര്യങ്ങൾ ജോസ് ജോർജിനെ കുറിച്ച് നിൽക്കുന്നതുകൊണ്ട് ആയാലും ജോസഫ് വാഴക്കനായാലും അവിടെ പാട്ടും പാടി ജയിക്കും, ഒരു തർക്കവും വേണ്ട. ഈ വയനാട്ടിൽ കോൺഗ്രസ് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുമെങ്കിലും ശരിക്കും ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോരെ ശ്രീ അജയ് തറയിൽ? എന്തിനാണ് ഈ മനുഷ്യന്മാരുടെ ലിസ്റ്റിലേക്ക് പോകുന്നത്? വയനാട് എന്ന് പറയുന്നത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയ ഒരു 1.5 ലക്ഷം വോട്ടിന്റെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു നിയോജക മണ്ഡലമാണ്. അവിടെ ഗ്രൂപ്പിനുള്ളിൽ തർക്കമുണ്ടായ ഒരു കാര്യം പരാജയപ്പെടാൻ പോകുന്നത്. അവിടെ ഞങ്ങള് ഈസിലി വാക്കവായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. ഞങ്ങൾ വടകരയിലും കാൻഡിഡേറ്റ് നല്ല കാര്യം അത്യാവശ്യം കാര്യം പറയാം. കേസ് 9 മണി വരെ ശ്രദ്ധിക്കൂ. ഞങ്ങളുടെ കുതിരാലയത്തിൽ നിന്ന് കുതിരകളെ തുറന്നു വിടുന്ന സമയമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നിങ്ങൾ. അത് കേരള രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ
പിണറായിയുടെ മകൻ അവിടെ അതിശക്തനായ ഒരു കാൻഡിഡേറ്റ് ഗ്രാഫിക്സ് അവിടെ പോലും പങ്കെടുക്കാൻ പോവുകയാണ്. ദയവായി തുടരുക ശ്രീ അജയ് തറയിൽ. താങ്കൾ ടെലിഫോൺ ലൈനിൽ ശ്രീ ടി ഗോപിനാഥ് നോക്കൂ, കെ എൻ ഗോപിനാഥ്, താങ്കൾ കേട്ടല്ലോ ശ്രീ അജയ് തറയിൽ പറയുന്നത്. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസിന്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ വലിയ അവധാനതയൊന്നും ലിസ്റ്റിൽ ആവശ്യമില്ല എന്നുള്ള നിലപാടാണ്. അല്ലല്ല, വയനാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും എന്നുള്ള നിലയിൽ ശ്രീ അജയ് തറയിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, കോൺഗ്രസിനകത്തും ബി ജെ പിക്കകത്തുമുള്ള ആഭ്യന്തര തർക്കങ്ങൾ കേരളത്തിനകത്ത് വളരെ വ്യാപകമായി വരികയാണ്. അതിനകത്ത് ബി ജെ പിയുടെ നേതാവ് ശ്രീ വേലായുധൻ ചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് ബി ജെ പി ചെറിയ തോതിൽ താഴെ തലത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തി വളർന്നു വന്ന പാർട്ടിയാണെങ്കിൽ ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച പാർട്ടി ആയതുകൊണ്ട് അതിൻ്റേതായ സ്വാഭാവികമായിട്ടുള്ള തർക്കങ്ങൾ അതിനകത്തുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മുഴുമിപ്പിച്ചിട്ടില്ല. അത് വസ്തുതയാണ്. അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. അത് വരട്ടെ. കോൺഗ്രസും ഇതേപോലെ തന്നെ ഏറ്റവും ആദ്യ അവകാശവാദം പറഞ്ഞത് കോൺഗ്രസ്സാണ്. എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചുണക്കുട്ടികളെ അവതരിപ്പിക്കും എന്ന് പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരും എന്ന് പറഞ്ഞു. എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 സീറ്റിലും സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുൻകാലത്ത് ഞങ്ങൾ ചില മണ്ഡലങ്ങളിൽ ചില സ്വതന്ത്രരെ തേടി പോകാറുണ്ട്. ഇപ്രാവശ്യവും ആ നിലയിൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അന്ന് സ്വതന്ത്രരെ തേടി പോകുന്ന ഞങ്ങൾ എന്തോ കുഴപ്പത്തിലാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്ന കോൺഗ്രസും ബി ജെ പിയും യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എല്ലാ സ്ഥാനാർത്ഥികളെയും നിർത്തി ഇലക്ഷൻ വർക്ക് ആരംഭിച്ച സ്ഥിതിയിൽ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അംഗീകാരം തരാൻ അവർ മിനിമം സാമാന്യ രാഷ്ട്രീയ മര്യാദ ഉണ്ടെങ്കിൽ തയ്യാറാവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്. ഇന്നിപ്പോൾ 9 മണി വരെ വെയിറ്റ് ചെയ്തുകൂടെയെന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് തർക്കം വളരെ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്നു. അത് മൂടി വയ്ക്കാൻ വേണ്ടി VM സുധീരനെ പോലുള്ള ആളുകളെല്ലാം ഇതിനു മുൻപ് കോൺഗ്രസിനകത്തൊരു ഗ്രൂപ്പ് തർക്കമൊന്നും ഇല്ല എന്നെല്ലാം പറഞ്ഞാലും തീർച്ചയായിട്ടും കേരളത്തിലെ ഗ്രൂപ്പ് തർക്കം വളരെ സജീവമാണ്. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം കോൺഗ്രസിനകത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ ഒന്നാം തരം തെളിവാണ്. ശ്രീ കെ എൻ ഗോപിനാഥ്, ഞാൻ മടങ്ങിയെത്താം. ശ്രീ നിജേഷ്, താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, വടകരയിൽ വിദ്യാ ബാലകൃഷ്ണൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, നല്ല വനിതാ പ്രാതിനിധ്യം. ഈ 3 പേരും ഉണ്ടാവുകയാണ് എങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ കൂടുതൽ ആളുകൾ, കൂടുതൽ വനിതകൾ ഇതാ ഇപ്പോൾ UDF ലിസ്റ്റിൽ, കോൺഗ്രസ് ലിസ്റ്റിൽ വരികയാണ് എന്നുള്ള ഒരു ചരിത്രപരമായ പ്രാധാന്യം എന്തായാലും ഈ ലിസ്റ്റിലുണ്ട്. യുവാക്കളും തെറ്റില്ലാത്ത രീതിയിൽ പ്രാതിനിധ്യം ഇപ്പോഴുള്ള ലിസ്റ്റിൽ കാണാം. ഇപ്പോൾ വയനാട് ഇനി ടി സിദ്ദിഖാണെങ്കിൽ യുവാവായി കൂട്ടാം, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ആണെങ്കിൽ യുവാവായി കൂട്ടാം, പിന്നെ ഈ നേരത്തെ പറഞ്ഞ വനിതാ സുഹൃത്തുക്കളെല്ലാം തന്നെയും ആ നിലയിൽ കൂട്ടാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ നിലയിലുള്ള ഒരു ലിസ്റ്റ് തന്നെയാണോ ശ്രീ നിജേഷ് താങ്കൾ അടക്കമുള്ളവർ പ്രതീക്ഷിച്ചത്? തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. തീരുമാനമാവാത്ത ഏതാനും സീറ്റുകളിലെ ചർച്ചയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക്, പ്രമുഖർ മത്സരിക്കുന്നില്ല എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിനപ്പുറത്തേക്ക് ശശി തരൂർ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥാനാർത്ഥികളെ, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ, ആറ്റിങ്ങലിൽ ശ്രീ അടൂർ പ്രകാശിനെ ഉൾപ്പെടെയുള്ള, ശ്രീ MK രാഘവൻ കോഴിക്കോട് ഉൾപ്പെടെയുള്ള, K സുധാകരൻ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി പട്ടിക, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട രമ്യ ഹരിദാസ്, കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കഴിവ് തെളിയിച്ച യുവ പ്രവർത്തക, ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു. കാസർഗോഡ് AICC മെമ്പർ സുബൈറായി സ്ഥാനാർത്ഥിയാകുന്നു. വയനാട്ടിലെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന പേരുകൾ വന്നത് ശരിയാണെങ്കിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് ടി സിദ്ദിഖ്, വയനാട് മലപ്പുറം DC പ്രസിഡന്റ് ശ്രീ VV പ്രകാശ്, KPCCയുടെ ജനറൽ സെക്രട്ടറി KP അബ്ദുൾ മജീദ്, ആർക്കാ മോശം? വടകരയിൽ വിദ്യാ ബാലകൃഷ്ണൻ 2 ടേം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സമര പോരാട്ടങ്ങളിലെ നിത്യ സാന്നിധ്യം, പ്രസംഗക, എന്താ മോശമാണോ? ഞങ്ങൾ ഏത് ലിസ്റ്റ് മോശമാണ് എന്നാണ് പറയുന്നത്? യൂത്ത് ലിസ്റ്റ് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് അങ്ങനെ തോന്നിയോണ്ടായിരിക്കും താങ്കൾ അതിന് ഉത്തരം പറയുന്നത്. ഞാൻ ചോദിച്ചില്ല അങ്ങനെ ഒരു കാര്യം. ലിസ്റ്റ് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ശ്രീ നിജേഷ്. ദയവായി തുടരുക. ശ്രീ അജയ് തറയിൽ, ഇനി സീനിയർ താങ്കൾ നേരത്തെ ദുർബലനാണ്, ദുർബല സ്ഥാനാർത്ഥികൾ എന്ന ഒരു പ്രയോഗം ശ്രീ നികേഷ് കുമാറിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ദുർബല സ്ഥാനാർത്ഥികളല്ല. പിന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ CBI അന്വേഷിക്കുന്നവരോ കൊലക്കേസ് പ്രതികളോ കയ്യേറ്റക്കാരോ സിനിമാ നടന്മാരോ മാധ്യമ പ്രവർത്തകരോ ഒന്നുമില്ല. കറ കളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരാണുള്ളത്. ആയിക്കോട്ടെ, ശരി, ഞാൻ അംഗീകരിച്ചു.
ശ്രീ അജയ് തറയിൽ, ഈ സീനിയർ നേതാക്കൾ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു? എനിക്ക് മനസ്സിലായില്ല. ഈ സീനിയർ എന്ന് പറയുന്ന KC വേണുഗോപാൽ വളരെ വ്യക്തമായും പ്രസ്താവനകൾ പറഞ്ഞു, എനിക്ക് 20 പണിയുണ്ട്, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത് നിങ്ങളിലെ പറഞ്ഞത്, ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത് മാധ്യമങ്ങളിലെ പറഞ്ഞത്. അല്ലല്ലല്ല, അല്ല സർ, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന്, മാധ്യമങ്ങളല്ല. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതേ KPCC പ്രസിഡന്റ് ആയപ്പോൾ തന്നെ ഇല്ല, താങ്കളുടെ ടെലിഫോൺ ബന്ധം ഞാൻ ഒരിക്കൽ കൂടി ശ്രമിക്കാം. താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ശ്രീ PM വേലായുധൻ, BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സീനിയർ നേതാക്കളും മത്സരിക്കാൻ തീരുമാനിക്കുന്നത്, സംസ്ഥാന പ്രസിഡന്റ് വരെ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ജയസാധ്യത കണക്കിലെടുത്താണ്. ഞാൻ അതിനു മുമ്പ് ശ്രീ ഗോപിനാഥ് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞിട്ട് തുടങ്ങാം. എന്താണ്? ഞങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഒറ്റ കക്ഷി, ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം ഡൽഹിയിലാണ്. ഒന്ന് പറഞ്ഞോട്ടെ, ഡൽഹിയിലാണ്. 19 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി, ഒട്ടേറെ MLA മാർ, ഏറ്റവും കൂടുതൽ MLA മാരുള്ള പാർട്ടി, MP മാരുള്ള പാർട്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കേരളത്തിലെ മാത്രം കാര്യം നോക്കിയാൽ പോരാ, ഞങ്ങൾക്ക് മേൽ കമ്മിറ്റി ഉണ്ട്, ചോദിക്കാൻ അവിടെ ചർച്ച ചെയ്യാൻ മേൽക്കടവുണ്ട്. ഗോപിനാഥൻ്റെ പാർട്ടിക്ക് വടക്കോട്ട് നോക്കേണ്ട ഒരു കാര്യമില്ല, ആകെ ആ പാർട്ടിയുടെ നേതാക്കന്മാർ തെക്കോട്ട് നോക്കണം. അവർക്ക് അങ്ങനെ ഒരു ദൗർബല്യമുണ്ട്. ദൗർബല്യമില്ല, അവർക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ, കാരണം വേറെ അവിടെ ചിന്തിക്കാനില്ല. അവർക്ക് ഡൽഹി ചിന്തിക്കാനില്ല, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ, ബീഹാർ ഇതൊന്നും അവർക്ക് ചിന്തിക്കാനില്ല, ബംഗാൾ ചിന്തിക്കാനില്ല, ഇവിടെ ചിന്തിക്കാനില്ല. നിങ്ങൾ നേരത്തെ അത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ നേരത്തെ 2 ആഴ്ച മുമ്പ് ഒരു ലിസ്റ്റും കൊണ്ടുപോയി, അവിടുത്തെ തിരക്ക് കാരണം ആ ലിസ്റ്റ് പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ടല്ല BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരാതിരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി പുറത്തു വരാതിരിക്കുന്നത് മുരളീധര പക്ഷവും PK കൃഷ്ണദാസ് പക്ഷവും രണ്ടും സീറ്റിന് വേണ്ടി കടിപിടി കൂടുന്നത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ അവിടെ K സുരേന്ദ്രൻ കുപ്പായം തയ്പ്പിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു തർക്കം ഉയർന്നു. അപ്പോൾ എന്ത് ചെയ്തു? മൂന്നാമതൊരാൾ അൽഫോൺസ് കണ്ണന്താനം കൂടി അവിടേക്ക് പ്രവേശിച്ചു. ഇതാണ് തർക്കം. അല്ലാതെ അവര് ചെറിയ പാർട്ടി, നമ്മൾ വലിയ പാർട്ടി. ചെറിയ പാർട്ടിക്ക് നേരത്തെ ലിസ്റ്റ് തയ്യാറാക്കാം, വലിയ പാർട്ടിക്ക് പിന്നെ തീരുമാനിക്കാൻ കഴിയും. ഞാൻ വ്യക്തമാക്കി തരാം. ഞാൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ ഉള്ള ആളെന്ന നിലയ്ക്ക് ഓരോ മണ്ഡലത്തിനും 2ഉം 3ഉം പേര് നിശ്ചയിച്ച് ഡൽഹിക്ക് അയച്ചിട്ടുണ്ട്. അതിലന്ന് കണ്ണന്താനം കയറി വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ കണ്ണന്താനത്തിന്റെ പേരുണ്ട്, ശ്രീധരൻപിള്ളയുടെ പേരുണ്ട്, ഈ സുരേന്ദ്രന്റെ പേരുണ്ട്, ഇപ്പൊ മാവേലിക്കരയില് എന്റെ പേരുണ്ട്, സുധീറിന്റെ പേരുണ്ട്. അന്ന് വായിക്കുമ്പോൾ നമ്മുടെ നീലകണ്ഠൻ മാഷ പേരും കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും 2ഉം 3ഉം ആൾക്കാരെ വയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ആർക്കാണ്? അത് പല ഘടകങ്ങളും നോക്കണമല്ലോ. ജാതി നോക്കണം, മതം നോക്കണം, രാഷ്ട്രീയം നോക്കണം, വ്യക്തി നോക്കണം. ഇതെല്ലാം നോക്കുമ്പോൾ അതിൽ ഏറ്റവും ആപ്റ്റായ കാൻഡിഡേറ്റ് ആരാണ്? ആ നിലയ്ക്ക് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത് ഒരു ബേജാറും വേണ്ട, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 18-ാം തീയതിക്കുള്ളിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. അതായത് ഈ സീനിയർ നേതാക്കൾ ഒന്നിച്ച് ഒരു കൂട്ടപ്പൊരിച്ചിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് വിജയ സാധ്യത ഉൾക്കൊണ്ട് തന്നെയാണോ? അല്ല, നല്ല കഴിവുള്ള, നല്ല തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ പങ്കെടുത്തുള്ള എല്ലാ ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന പ്രസിഡന്റും ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങി ആരാണ് സംഘടനയെ ചലിപ്പിക്കുക? അല്ല, ഇതിനു മുമ്പും ഈ ആൾക്കാരൊക്കെ മത്സരിച്ചിട്ടുണ്ട്, സംഘടന ചലിച്ചിട്ടുണ്ട്. ഇത് പുത്തിയിലൊന്നുമില്ല, പുതുമയല്ല. പഴയ കാലത്ത് ഈ നേതാക്കന്മാരൊക്കെ ഗോതയിൽ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോഴും സംഘടനാ വർക്ക് നന്നായി നടന്നിട്ടുണ്ട്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കുറച്ച് അനുകൂലമായ ഒരു ഘടകം പല മേഖലയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും തോന്നാം, ഞാൻ ഇത്രയും കാലം മത്സരിച്ചു, ഈ തവണ എനിക്ക് വീണ്ടും മത്സരിക്കണമെന്ന് എനിക്ക് തോന്നാം. അത് സ്വാഭാവികമാണ്. അതൊരു മനുഷ്യൻ്റെ വികാരത്തെ നമുക്ക് കളയാൻ പറ്റൂല, സ്വാഭാവികമാണ്. ഗോപിനാഥ്, ഉമ്മൻചാണ്ടി മത്സരിക്കുന്നില്ല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ല, VM സുധീരൻ മത്സരിക്കുന്നില്ല, KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല. ഇത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണോ? ഇപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ വക്താവ് ശ്രീ നിജേഷ് പറഞ്ഞത് താങ്കൾ കേട്ടു കാണുമല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ
കൊലപാതകികളില്ല, സിനിമാ നടന്മാരില്ല, മാധ്യമപ്രവർത്തകരില്ല. ഇതിനെല്ലാം ഒരേ കാറ്റഗറിയിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അല്ലല്ല, ഞാൻ പറയട്ടെ, ഈ കോൺഗ്രസിനകത്ത് പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും മത്സരിക്കാതെ വരുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആലപ്പുഴയിലാണെങ്കിലും അതുപോലെ ഉമ്മൻചാണ്ടി നിശ്ചയിച്ചിരുന്ന ഇടുക്കിയിലാണെങ്കിലും ഓരോ സ്ഥലങ്ങളിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ കണ്ട് പരാജയഭീതി കൊണ്ടാണെന്നുള്ളത് ഞങ്ങളല്ല പറയുന്നത്. ഞങ്ങളങ്ങനെ പറയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളുടെ ജനകീയ വികാരമാണ് കാണണ്ടേ. സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയുന്നതും താങ്കൾ പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണല്ലോ? ഇല്ല, ഞാൻ നിറഞ്ഞു നിൽക്കുന്നു സൈബർ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാം. ഈ തെരഞ്ഞെടുപ്പിനകത്ത് CPM നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പരിഗണിക്കുമ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും വ്യത്യസ്ത തുറകളിലുള്ളവരെയും ഇതിനു മുമ്പ് പരിഗണിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ നിർത്തുന്നത് തെറ്റാണ് എന്ന് കോൺഗ്രസ് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. എന്നാണ് കോൺഗ്രസിന് മാധ്യമപ്രവർത്തകരെ ഇങ്ങനെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ സിനിമാ പ്രവർത്തകരെ പരിഗണിക്കുന്നത് ശരിയല്ല. ഈ നാട്ടിലെ കലാസാംസ്കാരിക രംഗത്തും മാധ്യമരംഗത്തും ഒക്കെ ഉള്ള പ്രവർത്തകരെ പരിഗണിക്കുന്ന നില ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്, BJP എടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ സ്വാഭാവികമായിട്ടും എടുക്കും. കോൺഗ്രസും അഖിലേന്ത്യാ തലത്തിൽ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. കേരളത്തിനകത്ത് ഗണേഷ് കുമാർ ഒന്നും കൂടെ ഇല്ല. അതുകൂടാതെ ജഗദീഷിനെ മത്സരിപ്പിച്ചു. അതൊക്കെ എന്തടിസ്ഥാനത്തിലാണ്? നിജേഷ് അതൊന്നും മനസ്സിലാക്കാതെയാണ് അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് അത് ശരിയായ നടപടിയല്ല. നിജേഷ് അതിന് മറുപടി അതുപോട്ടെ, അത് താങ്കളുടെ ഒരു അഭിപ്രായം പറഞ്ഞു. ശ്രീ ഗോപിനാഥ് അതിൻ്റെതായ മറുപടി പറയുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഈ സീനിയർ നേതാക്കൾ വിട്ടു നിൽക്കുന്നത് പേടിച്ചിട്ടാണോ? പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം എന്ന നിലയിലാണോ? അത് രണ്ടും ഒന്നല്ലേ. കോൺഗ്രസിന്റെ ഏത് സീനിയർ നേതാവാണ് വിട്ടുനിന്നിട്ടുള്ളത്? KC വേണുഗോപാൽ AICCയുടെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം മറ്റു സംസ്ഥാനങ്ങളുടെ തിരക്കിലാണ്, അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി MP ആണ്, AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. VM സുധീരൻ നേരത്തെ സ്റ്റാൻഡ് എടുത്ത ആളാണ്, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് സ്റ്റാൻഡ് എടുത്തു. മുല്ലപ്പള്ളി രാമൻ KPC പ്രസിഡന്റ് ആയ സമയത്ത് സ്റ്റാൻഡ് എടുത്തു, മത്സരിക്കുന്നില്ല. പുതിയ ആളുകൾ കടന്നു വരട്ടെ. ഇവിടെ PV അൻവറിനെ മത്സരിപ്പിക്കും. ഞാൻ CPM പ്രതിയോട് ചോദിക്കട്ടെ, 838 വോട്ടുകൾക്ക് പരാജയപ്പെട്ട, കോഴിക്കോട് പരാജയപ്പെട്ട DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അദ്ദേഹത്തിന് നിങ്ങൾ ഭ്രഷ്ട് കൽപ്പിച്ചില്ലേ? പിന്നീട് അദ്ദേഹത്തിന്റെ അവസരം നിങ്ങൾ കൊടുത്തോ? പകരം PV അൻവർ കഴിഞ്ഞ 3 വർഷക്കാലമായി അദ്ദേഹത്തിന്റെ കയ്യേറ്റത്തിനെതിരെ പ്രാദേശികമായി സ്റ്റേറ്റ് തലത്തിൽ വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നസെന്റ് നേരത്തെ സ്വതന്ത്രനായിരുന്നു, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിലേക്ക് വന്നു. ഞങ്ങൾ കേട്ടത് നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അംഗത്വത്തിന് ഏറെ കാത്തിരിക്കണമെന്നാണ്. നേരത്തെ ആറന്മുളയിൽ ജയിച്ച വീണ ജോർജ് വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നുമല്ല തയ്യാറ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങളിലുള്ള വ്യതിയാനമാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ജയം മാത്രം പോരാ, അടിസ്ഥാനപരമായി പക്ക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മറ്റൊരു പരിഗണനയുമില്ലാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കടന്നുവരും, യാതൊരു സംശയവും വേണ്ട. CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആക്ഷേപം പറഞ്ഞിരിക്കുന്നത് 100% സത്യസന്ധമായ കാര്യമാണ്. 2 കൊലപാതക കേസിലെ പ്രതിയായ ജയിലിൽ കിടന്ന ഒരാളെ തന്നെ മത്സരിപ്പിക്കണം എന്ന വാശിക്കപ്പുറത്തേക്ക് വടകര പിടിച്ചെടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു സ്ഥാനാർത്ഥിയെ വെച്ചുകൂടെ? ഞങ്ങൾ പറഞ്ഞിരുന്നത് രാഷ്ട്രീയമാണ്, ഞങ്ങളുടെ അതിൽ ഗ്രൂപ്പിന്റെ രാഷ്ട്രീയമില്ല. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗ്രൂപ്പിന് വീതം വെക്കും എന്ന് പറഞ്ഞാൽ പി ജയരാജനെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി ശ്രദ്ധിക്കണം. നിജേഷ് ഇപ്പൊ പറയുന്ന 2 കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന ആളാണ് പി ജയരാജൻ. അല്ല, ഞാൻ പറഞ്ഞ ജയരാജന് അതിന് മാത്രമല്ല ഒരു ചരിത്രമുള്ളത്. ജയരാജന് അതിന് മുമ്പ് ഒരുപാട് ചരിത്രമുണ്ട്. ചരിത്രം എന്താ വെച്ചാൽ, ജയരാജനെ പോലെ ഒരു പൊതുപ്രവർത്തകനെ, ഒരു കമ്മ്യൂണിസ്റ്റിനെ വേട്ടയാടി അദ്ദേഹത്തെ നിരന്തരമായി രാഷ്ട്രീയമായി വേട്ടയാടലല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള CPMന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ജനവിഭാഗങ്ങളെയും ഭയന്നുകൊണ്ട് ആളപായം നടത്തി ജയരാജനെ ഇല്ലാതാക്കി, ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ അതിജീവിച്ചു. ജയരാജന്റെ ഈ 2 കേസുകൾ നിങ്ങൾ ന്യായീകരിക്കണം. നികേഷേ, അത് ജയിലിലല്ല, ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. ഞാൻ കളമശ്ശേരി വെടിവയ്പ്പിന് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതൊക്കെ പൊതുപ്രവർത്തകരായുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ആസൂത്രിതമായി ജയരാജൻ ബോധപൂർവമായിട്ട് ഒരാളെ കൊന്നു, ഒരു അക്രമകാരിയാണ്, ഒരു ക്രിമിനലാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ കഴിയില്ല. കേസുകളൊക്കെ ഉണ്ട്, ഞങ്ങൾക്കെതിരെയൊക്കെ ക്രിമിനൽ കേസുണ്ട്. നികേഷിന്റെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളായി
പ്രതികളായിട്ടുള്ള എത്രയോ പേരെ ലോകസഭ കൈകാര്യം ചെയ്തിരുന്ന എത്രയോ പാർലമെന്റ് മെമ്പർമാർ, എത്രയോ കൊലകേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിനെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിന് പറയുന്ന മറുപടി മമ്പറം ദിവാകരൻ മാത്രമല്ലെന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കേന്ദ്ര മന്ത്രിമാരായിരുന്നവർ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എത്രയോ ക്രിമിനൽ കേസുകളിൽ പ്രധാനം ചെയ്തിട്ടുണ്ട്. നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ശ്രീ അജയ് തറയിൽ, താങ്കൾ പറഞ്ഞു വരുന്നത് ഈ സീനിയർ നേതാക്കളുടെ അഭാവം എന്തുകൊണ്ടുണ്ടായി എന്നതിന്റെ കാരണങ്ങളാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഏത് സീനിയർ നേതാവിന്റെ അഭാവത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഉമ്മൻചാണ്ടി പുതുപ്പള്ളി MLA ആണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കണമെന്ന് ഒരു താല്പര്യമുണ്ടെന്ന് KPCC പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്ന് ശരിയാണ്. അദ്ദേഹത്തെ എന്റെ പേരിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇത് നിങ്ങൾക്ക് എന്തിനത്തെ തലവേദന? KC വേണുഗോപാൽ അദ്ദേഹത്തിന് പെടുപ്പത് പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയപ്പോൾ തന്നെ പറയുന്നതാണ് ഞാൻ മത്സരിക്കുന്നത്. അതാണ് പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ ജയരാജൻ എന്ന് പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിമിനൽ ആണ് എന്ന് ഏത് കൊച്ചു കുട്ടികൾ പോലും പറയില്ലേ? പിന്നെ എന്ത് ന്യായീകരണമാണുള്ളത്? ജയരാജന് വാള് കാണിച്ചാണ് സ്ഥാനാർത്ഥിയായത്, വാള് കാണിച്ചാണ് ജില്ലാ സെക്രട്ടറി ആയത്. ശുദ്ധ അസംബന്ധം പറയാന്നുള്ളതല്ലാതെ ജയരാജന് പേടിയാണ്. കണ്ണൂർ ജില്ലയിലെ ജയരാജന് പേടിയാണ് ഇവർക്ക്. അതുകൊണ്ടാണ് ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹത്തിന്റെ വാൾമുനയിലാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും EP ജയരാജനും ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയത്, ജില്ലാ സെക്രട്ടറി ആക്കിയത്. കണ്ണൂർ ജില്ല ഈ ജയരാജന്റെ കൈ വെള്ളയിലാണ്. അദ്ദേഹത്തിന്റെ ഗുണ്ടകളാണ് കണ്ണൂരിൽ വാഴുന്നത്. ഒരു തർക്കവും വേണ്ട. പക്ഷേ ജയരാജൻ പാർലമെന്റിൽ പോകുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് ദിവാസ്വപ്നമായിട്ട് അവശേഷിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. 23-ാം തീയതി വരെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമുള്ളത്. ഇതിപ്പോ AK മത്സരിക്കത്തില്ല, വയലാർ മത്സരിക്കത്തില്ല, നിങ്ങൾ പറയാം KP ഉണ്ണികൃഷ്ണൻ മത്സരിക്കുന്നില്ല. നിങ്ങളിത് പറഞ്ഞു തുടങ്ങൂ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാക്കുന്നില്ല. വളരെ കാര്യപ്രാപ്തതയുള്ള മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളെ ഇട്ടേച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോൾ നിങ്ങൾ പറയുന്നത് KP ഉണ്ണികൃഷ്ണൻ മത്സരിക്കുന്നില്ല, വയലാർ മത്സരിക്കുന്നില്ല, AK മത്സരിക്കുന്നില്ല, ഉമ്മൻചാണ്ടി മത്സരിക്കുന്നില്ല, അതുപോലെ KC വേണുഗോപാൽ മത്സരിക്കത്തില്ല, മുല്ലപ്പള്ളി മത്സരിക്കത്തില്ല, VM സുധീരൻ മത്സരിക്കത്തില്ല. എന്തൊരു അർത്ഥശൂന്യമായ വാദഗതിയാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് എന്ന കാര്യത്തിൽ. ശ്രീ അജയ് തറയിൽ, ഇടുക്കിയിലും വടകരയും ഒരു പൊതു സ്ഥാനാർത്ഥി എന്ന സങ്കല്പം ഉണ്ടായിരുന്നു. ആ നിലയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇന്ന് ശ്രീ PJ ജോസഫ് അദ്ദേഹം തൊടുപുഴയിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറയുകയാണ്, ഉമ്മൻചാണ്ടി ഇല്ല എങ്കിൽ, ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി ഇല്ല എങ്കിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ ലിസ്റ്റിലില്ല. അതുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്നെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ ഉപാധി വെച്ചു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന്. അത് എനിക്ക് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് താല്പര്യങ്ങൾ അവിടെ ഞാൻ ബലികഴിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ആ ഒരു ശ്രമം അബോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ്. നോക്കൂ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ഇടുക്കിയിൽ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് പി ജോസഫ് പറയുകയാണ്, ഇടുക്കിയിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു. അത് ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ വേറെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് എൻ്റെ പേര് പരിഗണിച്ചു എന്ന്. അതിനോ? അല്ല, പി ജോസഫ് എന്താ പറഞ്ഞത്? കൈപ്പത്തി ചിഹ്നത്തിൽ എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൈപ്പത്തി ചിഹ്നത്തിൽ പി ജോസഫ് മത്സരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്തു. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ജോസഫും കൂട്ടുകാരും കൂടി ആ പാർട്ടി വിട്ട് കോൺഗ്രസിൽ വരിക എന്ന്, അത് ഞങ്ങളുടെ രാഷ്ട്രീയമായ വിജയമാണ്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ജയസാധ്യതയുടെ കാര്യത്തെ കുറിച്ച് അത് ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്. പക്ഷെ നാളെ മുതൽ അദ്ദേഹം തിരുത്തി പറയാൻ പോകുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അല്ല, നിങ്ങൾ സീനിയർ നേതാക്കൾ മത്സരിക്കുന്നു എന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത് എന്ന്. പിന്നെ ഇവരില്ലെങ്കിലും കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കും എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ പി ജെ ജോസഫിനെ പോലെ ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട UDF നേതാവ് പറയുന്നു ഉമ്മൻചാണ്ടി അല്ലാതെ അവിടെ മറ്റ് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റിലില്ല എന്ന്. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏത് പാർലമെന്റ് മണ്ഡലത്തിലും ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പി ജെ ജോസഫ് ഏത് സാഹചര്യത്തിലും അദ്ദേഹം തോറ്റുപോയിട്ടുണ്ട് അവിടെ, അത് വേറെ കാര്യം. അദ്ദേഹം തോറ്റെന്ന് മാത്രമല്ല, അദ്ദേഹം 3ാം സ്ഥാനത്ത് വന്ന കാലഘട്ടമുണ്ട് മൂവാറ്റുപുഴയിൽ, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഇടുക്കിയിലെ നല്ല വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് പി ജെ ജോസഫ്. ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അവരെക്കാളൊക്കെ ഇപ്പോൾ ഞങ്ങൾ എത്തിയ ഡീൻ കുര്യാക്കോസ് എത്ര വോട്ടിനാ തോറ്റത് കഴിഞ്ഞ വർഷം. അതുകൊണ്ട് ഡീൻ കുര്യാക്കോസ് അവിടെ നല്ല ജയസാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജോയിസ് ജോർജിന്റെ അപജയങ്ങൾ, അദ്ദേഹത്തിന്റെ അഴിമതി, അദ്ദേഹത്തിന്റെ കുംഭകോണങ്ങൾ, ഭൂമി കയ്യേറ്റം, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുകയും അവിടെ കസ്തൂരംഗ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ചില മതസ്ഥാപനങ്ങളുടെ നിലപാടിന്റെ പേരിലാണ് ഡീൻ കുര്യാക്കോസ് പരാജയപ്പെട്ടത്. അതെല്ലാം മാറി. ഇത് ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഡീൻ കുര്യാക്കോസ് അവിടെ ജയിച്ചിരിക്കുന്ന തർക്കമില്ല. ഞാൻ പറഞ്ഞ ഉമ്മൻചാണ്ടിയെ പോലെയോ പി ജെ ജോസഫിനെ പോലെയോ പ്രാഗൽഭ്യമുള്ള ഒരു സ്ഥാനാർത്ഥി അല്ല എങ്കിൽ പോലും ജോയിസ് ജോർജ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ബ്ലോക്ക് ലെവൽ നേതാവായിരുന്ന വ്യക്തി, ആ വ്യക്തിയെ കൊണ്ടുപോയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചത്. ആ ജോയിസ് ജോർജിനേക്കാൾ 10 മടങ്ങ് പ്രാപ്തരാണ് ഡീൻ കുര്യാക്കോസ്. അതുകൊണ്ട് ഡീൻ കുര്യാക്കോസ് തന്നെയാണ് അവിടെ ഏറ്റവും നല്ല വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശ്രീ അജയ് തറയിൽ, CPM-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറേ ദൗർബല്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഒന്ന് ശബരിമലയുടെ കാര്യത്തിൽ, 2 പെരിയ ഇരട്ട കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഏതാണ്ട് പാർലമെന്റിൽ ഒലിച്ചു പോകാവുന്ന സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ ഈ സംഭവവികാസങ്ങൾ നയിച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് കൃത്യമായ അവധാനത്തോടുകൂടിയാണ് അവർ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കിയത്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ 4 MLA-മാർ, അതുപോലെ 2 ജില്ലാ സെക്രട്ടറിമാർ, 2 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി കേരള നേതാക്കൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരള നേതാക്കളോട് കൈമാറിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, കേരളത്തിലെ 16 സീറ്റുകളിലും ജയിക്കണം, കർണാടകത്തിലെ 20-ൽ 15 സീറ്റിലും ജയിക്കണം. അങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യമായ കണക്കുണ്ട്. അങ്ങനെയാണ് എങ്കിൽ മാത്രമേ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ക്ഷണം ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ്. ഈ ലിസ്റ്റ് വെച്ച് ശ്രീ അജയ് തറയിൽ, ഈ ലിസ്റ്റ് വെച്ച് നിങ്ങൾക്ക് 16-ൽ 16 നേടാനാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് ശശി തരൂർ പമ്പിച്ച ഭൂരിപക്ഷം നേടുമെന്ന് മാത്രമല്ല, സി ദിവാകരൻ വളരെയേറെ, ഞങ്ങള് ഈ കുട്ടനാടൻ ഭാഷയിൽ പറഞ്ഞാൽ വള്ളപ്പാടിന് സി ദിവാകരൻ 3ാം സ്ഥാനത്ത് പോകാൻ പോവുക. ആറ്റിങ്ങൽ 4ാമത് മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ മത്സരം BJP-യും കോൺഗ്രസും തമ്മിലാണ്. ഞാൻ അതൊന്നും പറയുന്നില്ല, അത് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വള്ളപ്പാടിന് 3ാം സ്ഥാനത്ത് പോകാൻ പോകാണ് സി ദിവാകരൻ. അതാ പറഞ്ഞത്. അപ്പം നിങ്ങൾ തമ്മിലാണ് മത്സരം. ആറ്റിങ്ങലിൽ അതൊരു രണ്ട് പൊളിറ്റിക്കൽ, ഈ ചർച്ചയിൽ 2 പൊളിറ്റിക്കൽ പോയിന്റ് ശ്രീ അജയ് തറയിൽ പറഞ്ഞു. ഒന്ന്, വയനാട്ടിൽ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കും. 2, തിരുവനന്തപുരത്ത് BJP-യും കോൺഗ്രസും തമ്മിലാണ് മത്സരം. 2 പൊളിറ്റിക്കൽ പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട 2 പൊളിറ്റിക്കൽ പോയിന്റ് താങ്കൾ പറഞ്ഞു. ഞാൻ പറയാൻ എന്നെ അനുവദിക്കാൻ പോകുന്നു. പറഞ്ഞോളൂ. ബാക്കിയുള്ള മണ്ഡലങ്ങളുടെ അവലോകനം. 20 സീറ്റിൽ 16-ല് അടൂർ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന SNDP യോഗത്തിന്റെ പ്രസിഡന്റിന്റെ മകനാണ് ശ്രീ അടൂർ പ്രകാശ്. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്താണ് പറഞ്ഞത്? മണ്ഡലത്തിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ആക്റ്റീവ് കാൻഡിഡേറ്റ് ആണ്. എനിക്കൊന്ന് ഇടപെടാമോ ശ്രീ അജയ് തറയിൽ? ഇടയ്ക്ക് തകരാൻ പോവുകയാണ്. എനിക്കൊന്ന് ഇടപെടാമെങ്കിൽ, SNDP യോഗം നേതാവിന്റെ മകനാണ് അടൂർ പ്രകാശ് എന്നുള്ളത് കൊണ്ടാണല്ലോ അടൂർ പ്രകാശിന്റെ സാധ്യത പറയുന്നത്.
ഈ അടൂർ പ്രകാശ് ആറ്റിങ്ങലിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണ് എന്ന് പറഞ്ഞത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. ഞാനത് വിവാദത്തിലില്ല, ഒരു വിവാദത്തിലില്ല. അത് ഞാൻ പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് അതിശക്തമായ ഒരു സാന്നിധ്യമാണ്. അവിടെ സമ്പത്ത് എന്ന് പറയുന്ന സ്ഥാനത്ത് 4ാമത്തെ മത്സരം ഒരു വാട്ടർലൂ ആകാൻ പോകുന്നു. കൊല്ലത്തെ കാര്യം പറയണ്ടല്ലോ, പ്രേമേന്ദ്രന്റെ വാലെ കെട്ടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല സ്ഥാനാർത്ഥി. അതുപോലെ മാവേലിക്കരയിൽ ശ്രീ സുരേഷ്. ഞാൻ പറഞ്ഞത് എവിടെയാണ് ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്? ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന പരിണതപ്രജ്ഞയായ ഒരു യുവ നേതാവ്, ആ നേതാവിനെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിലെ അടൂർ പ്രകാശ്. കേരളത്തിലെ എല്ലാ സുധാകരൻ കണ്ടവരും, ഞാൻ പറഞ്ഞില്ല, സുബ്ബയ്യ റാവു. കാസർഗോഡ് പരാജയപ്പെടാൻ പോകുന്നു LDFിന്റെ കോട്ടകൾ തകരാൻ പോവുകയാണ്. അതുകൊണ്ട് 16 സീറ്റും കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന എല്ലാ ഇക്വേഷൻസ് മാത്രമല്ല, പാരമ്പര്യം, അവരുടെ രാഷ്ട്രീയമായ പക്വത, അവരുടെ പാർട്ടിയിലുള്ള പിന്തുണ, ഇതെല്ലാം കൂടി അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രമ്യ ഹരിദാസിനെ ആലത്തൂർ നിങ്ങൾക്ക് എഴുതല്ല കഴിയുമോ? കോട്ടയത്ത് നിന്ന് വന്ന വിജു എന്ന വ്യക്തി സ്ഥാനാർത്ഥിയും അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിദ്ധമായ രമ്യ ഹരിദാസുമായി കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല. ആത്മവിശ്വാസം ശ്രീ കെ ഗോപിനാഥ്, ആത്മവിശ്വാസം അവസാന തോൽവിയുടെ അവസാന നിമിഷം വരെ പറയൂ. അല്ല, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം തിരുവനന്തപുരം മുതൽ ഇങ്ങനെ എണ്ണി തുടങ്ങിയിട്ട് കേരളത്തിൽ 20 സീറ്റും കോൺഗ്രസ് കൊണ്ടുപോകുന്നതാണ്. ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ഏപ്രിൽ 23 വരെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ആർക്കും അവകാശമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ 2004 കേരളത്തിനകത്ത് വളരെ സർവേ റിപ്പോർട്ടുകളൊക്കെ വന്ന് UDF 16 സീറ്റിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് 18 സീറ്റ് LDF നേടിയെടുത്തിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അത് മനസ്സിലാക്കിക്കോ. അത് മാത്രമല്ല, ജയരാജനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത്, ജയരാജൻ നിങ്ങൾ ആരും കണക്കാക്കുന്ന പോലെയല്ല. വടകരയിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ ജയിക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ളൊരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ വടകര. അതിൽ ജയരാജൻ സ്ഥാനാർത്ഥി എന്നുള്ളത് വച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടായിട്ടുള്ളത്. കൊലപാതകി, ക്രിമിനൽ എന്ന് പറഞ്ഞ് നിങ്ങൾ മുദ്ര കുത്തുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ സ്ഥാനാർത്ഥിയെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പരാജയം ഏറ്റവും ആദ്യം തന്നെ കോൺഗ്രസ് വഴിയെ സമ്മതിക്കുന്നതിന് തുല്യമാണ്. ജയരാജനെ കോർണർ ചെയ്യാൻ വേണ്ടി BJPയും കോൺഗ്രസും കൂടി അദ്ദേഹം ക്രിമിനലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഢാലോചന കേസുകളിൽ പലരും ക്രിമിനൽ കേസും കുറ്റം ചുമത്തിക്കൊണ്ട് കേസന്വേഷണവും ജയിലിലും ഒക്കെ ഇഷ്ടംപോലെ കിടന്നിട്ടുണ്ട്. ആ നിലയിൽ ഒരു ക്രിമിനൽ എന്നുള്ള നിലയിൽ ഒരാളെ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലില്ല എന്നുള്ളത് ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ല. മനസ്സിലായോ? കൊലപാതക രാഷ്ട്രീയം ഞങ്ങൾ കൊണ്ടു നടക്കുന്നവരല്ല. പ്രത്യാക്രമണത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ സഖാക്കളുടെ മൊറയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലേക്ക് നിലപാടെടുത്തപ്പോൾ അതിൽ പാർട്ടി സെക്രട്ടറിയെ പ്രതിയാക്കിക്കൊണ്ട് ജയിലിനകത്ത് കൊണ്ടുപോയി ഇട്ടുവെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ ഭരണ സന്ദർഭത്തിലും അതുപോലെ ഒരുപാട് പീഡാനുഭവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തകന്മാരും. ഈ പത്തനംതിട്ടയ്ക്ക് വേണ്ടി നിങ്ങൾ കടിപിടി കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ശബരിമല ഉന്നയിക്കാനാകും, അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാകും. പ്രത്യേകിച്ച് മറുപക്ഷത്തിലിട്ട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണല്ലോ. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആന്റണി സ്വയം പ്രഖ്യാപിച്ചു, എന്നോട് മണ്ഡലത്തിൽ മത്സരിച്ചോളാൻ പറഞ്ഞു എന്ന്. ശബരിമല വിഷയം ഈ രാജ്യത്ത് വിശ്വാസികളുടെ മനസ്സിൽ വലിയ ഒരു മിനിറ്റ് ഞാൻ വരാം. രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. 3 സീറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ടുള്ള അറിയിപ്പ് ഒരു മണിക്കൂറിൽ കിട്ടുന്നതാണ്. വയനാട്, ആലപ്പുഴ ആൻഡ് ആറ്റിങ്ങൽ, ഈ 3 സീറ്റുകളിൽ തീരുമാനമായിട്ടില്ല. ഒരു തർക്കവുമില്ല. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും. അതിന്റെ തർക്കം വേറെ ഒന്നുമില്ല. അതിപ്പോൾ ഒരു മണിക്കൂറുള്ള സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും
മാത്രമാണ് തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഈ 3 സീറ്റുകൾ മാറ്റിവെക്കുന്നത്? കാരണം പറയാമോ? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്കഷൻ ആവശ്യമുണ്ട്. കുറച്ചുകൂടി ഡിസ്കഷൻ ആവശ്യമുള്ളത് കൊണ്ട് അത് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കുകയാണ്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നും. ഇനി CEC കൂടേണ്ട കാര്യമില്ല. ആകെ കേരളത്തിൽ മൊത്തം 20 സീറ്റാണ്. 4 എണ്ണം ഘടകകക്ഷികൾ മത്സരിക്കുന്നു, 2 എണ്ണം മുസ്ലിം ലീഗ് മത്സരിക്കുന്നു, 1 കേരള കോൺഗ്രസ് M മത്സരിക്കുന്നു, 1 RSP മത്സരിക്കുന്നു. പറഞ്ഞു ബാക്കി 16 സീറ്റിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥികളായിരിക്കും. KPCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ 16 സീറ്റിൽ 13 സീറ്റിലെ ഈ സ്ഥാനാർത്ഥികളുടെ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ കൂടിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു അരമണിക്കൂറിനകം AICCയിൽ നിന്ന് റിലീസ് ചെയ്യും. നിങ്ങൾക്ക് ആ ലിസ്റ്റ് കിട്ടും. 3 സീറ്റിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാവുള്ളൂ. കാരണം കുറച്ചുകൂടി ചർച്ച ആവശ്യമുണ്ടെന്നുള്ളത് കൊണ്ടാണ്. വേറെ ഒരു തർക്കവും അതിനെ സംബന്ധിച്ചില്ല. ദയവായി ആ തർക്കം നിങ്ങൾ കൊടുക്കരുത്. യാതൊരു തർക്കവുമില്ല. 1-2 കാര്യങ്ങളെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽ ആയി ഞങ്ങൾ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത് ഇലക്ഷൻ കമ്മിറ്റിയിൽ. അപ്പോൾ കുറച്ച് ആളുകളോട് കൂടി സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഇത് മാറ്റിവെച്ചിട്ടുള്ളത്. അത് നാളെ വൈകാതെ നാളെ തന്നെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തീരുമാനിക്കപ്പെടും എന്നുള്ളതാണ് വിശ്വാസം. എംപിമാരെല്ലാം തുടരുമോ? അതെല്ലാം നിങ്ങൾക്ക് അരമണിക്കൂറിനകം കിട്ടുമല്ലോ. എന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്? സീറ്റുകളിൽ ഉമ്മൻചാണ്ടിയുടെ താല്പര്യം കൂടി അറിയാൻ വേണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുമായിട്ട് ഞങ്ങൾ സ്ക്രീനിങ് കമ്മിറ്റി സംസാരിച്ച് ഞങ്ങൾ 3 പേരും കൂടെ എടുത്ത ഏകകണ്ഠമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ലിസ്റ്റ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി പോയിട്ടുള്ളത്. അദ്ദേഹത്തിനെ ആന്ധ്രയിലേക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അയച്ചതാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഉണ്ടാകാതെ പോയത്. ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഇപ്പോഴും ഫോണിൽ സംസാരിച്ചു. അദ്ദേഹവുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. കേരളത്തിലെ കോൺഗ്രസ് ഒരുമിച്ച് മുന്നോട്ട് പോകും. ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ചില കാര്യങ്ങളിൽ കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് കൊണ്ട് അത് മാറി അത് 3 പെൻഡിങ് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചെറുപ്പകാലത്തിൽ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പേര് പ്രഖ്യാപിക്കാതിരിക്കുന്നത് KPCCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി. ആര് പറഞ്ഞു? നിങ്ങൾക്ക് ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ കൊച്ചുകുട്ടികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് യുവാക്കൾക്കും സ്ത്രീകൾക്കുമുള്ള വനിതകൾക്കുമുള്ള പ്രാതിനിധ്യം എത്രയുണ്ടെന്ന്? See, there are total 20 seats in Kerala, and today the Central Election Committee, headed by Sri Rahul Gandhi, the Congress President, has approved 13 names from Kerala. 13. Because we have given 4 seats to our allies in the UDF. Our rest 16 seats are for the Congress party. 3 സീറ്റുകൾ. റൈറ്റ്. കോൺഗ്രസിൻ്റെ 13 സീറ്റുകൾ തീരുമാനമായിരിക്കുന്നു. 3 സീറ്റുകൾ ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം. അതിന് ആ സീറ്റുകളിൽ നാളെ മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൂ. വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ ഈ 3 സീറ്റുകളാണ്. ഒരുപക്ഷെ ആറ്റിങ്ങൽ നമ്മൾ അടൂർ പ്രകാശാണ് എന്ന് സ്ഥിരീകരിച്ച വാർത്ത നൽകിയിരുന്നുവെങ്കിൽ പോലും അവിടെ ഇനിയിപ്പോൾ തീരുമാനമെടുക്കാൻ നാളെ കഴിയൂ. അല്ലെങ്കിൽ കൂടിയാലോചനകൾക്ക് ശേഷം നാളെ AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ്. ഇനി അതിനുവേണ്ടി ഒരു CEC യോഗം ചേരേണ്ടതില്ല എന്നാണ് അല്പം മുമ്പ് KPCC അധ്യക്ഷനും പാർലമെൻ്ററി പാർട്ടി നേതാവ് രമേശ് ചെന്നിത്തലയും അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ ആയിരിക്കുമെന്നായിരുന്നു ധരിച്ചിരുന്നത്. എങ്കിൽ ആലപ്പുഴയും ഇപ്പോൾ തർക്കത്തിൽ നിൽക്കുകയാണ്, വയനാട്. അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവർ വയനാടിന് വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ കൂടിയാലോചനകൾക്ക് ശേഷം നാളെ തീരുമാനമെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ടാകില്ല. അവസാന നിമിഷത്തിൽ അടൂർ പ്രകാശ് വേണോ എന്നുള്ളൊരു ചിന്ത ഉയർന്നു വന്നിട്ടുണ്ടാകും. ഇതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഈ 13 സീറ്റുകളിൽ ഒരുപക്ഷെ എറണാകുളം അവിടെ ധാരണയായിരിക്കുന്നു, പത്തനംതിട്ട ധാരണയായിരിക്കുന്നു. നമ്മൾ ആശയക്കുഴപ്പത്തിലുണ്ടായിരുന്ന 2 സീറ്റുകളുണ്ടല്ലോ, ആ 2 സീറ്റുകൾ ആൻ്റണി നേരത്തെ പറഞ്ഞത് പത്തനംതിട്ടയിൽ ഞാൻ തന്നെയാണ്, ഹൈക്കമാൻഡ് എനിക്ക് ഗോ ഹെഡ് നൽകി എന്നുള്ളതാണ്. അപ്പോൾ പത്തനംതിട്ടയിൽ ആൻ്റണി എന്നത് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. എനിക്ക് B ബാലഗോപാലിനെ ടെലിഫോൺ ലൈനിൽ വേണം ഈ സമയത്ത്. എറണാകുളത്ത് ആര് എന്നുള്ളത് ശ്രീ KN ഗോപിനാഥ് താങ്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒന്നായിരിക്കും. ആകാംക്ഷയൊന്നുമില്ല. എറണാകുളത്ത് ആര് വന്നാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടെ അജയ് തറയിലും പറഞ്ഞത്. ഇല്ലില്ല, അതിനകത്ത് യാതൊരു സംശയമില്ല. എറണാകുളത്ത് കണ്ടോളൂ നിങ്ങൾ, ചരിത്രം തിരുത്തി കുറിക്കും. എറണാകുളത്ത് P രാജീവിനൂടെ എറണാകുളത്ത് ചരിത്രം തിരുത്തി കുറിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അത് KV തോമസ് ആണെങ്കിലും അത് കോൺഗ്രസിൻ്റെ മറ്റേത് സ്ഥാനാർത്ഥിയാണെങ്കിലും
യാതൊരു സംശയവുമില്ല. അത്രമാത്രം ശുഭാപ്തി വിശ്വാസം. ഹൈബി വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഹൈബിയേക്കാൾ കൂടുതൽ ശക്തനാണ് യഥാർത്ഥത്തിൽ കെ വി തോമസ് എന്നാണല്ലോ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം പലപ്പോഴും കാണുന്നത്. കോൺഗ്രസിൻ്റെ കെ വി തോമസിനെ കഴിഞ്ഞ തവണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തെ തന്നെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം കെട്ടിയിറക്കിയതല്ലേ കെ വി തോമസ് മാഷരെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തമ്പി ബാലഗോപാൽ ടെലിഫോൺ ലൈനിൽ. ബാലഗോപാൽ, 3 സീറ്റുകൾ നാളെ തീരുമാനിക്കൂ എന്നാണ് അല്പം മുമ്പ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ, അതിൽ ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം മണ്ഡലങ്ങളുടെ ധാരണയായിട്ടുണ്ടെന്നാണല്ലോ. ഈ പറയുന്ന 3 മണ്ഡലങ്ങളാണ് തൽക്കാലം തർക്കത്തിലുള്ളത്. ആരൊക്കെയാണ് ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം മണ്ഡലങ്ങളിൽ? നികേഷ്, ലിസ്റ്റ് എന്താണെങ്കിലും ഈ നേതാക്കൾ പുറത്തു പറഞ്ഞിട്ടില്ല. അതായത് അരമണിക്കൂറിനുള്ളിൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ റിലീസ് ഉണ്ടാകും എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്, ആറ്റിങ്ങൽ, ആലപ്പുഴ ഈ 3 മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഇന്ന് ഉണ്ടാകാത്തത്. കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് ഈ ഔദ്യോഗികമായി ഈ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോ ഇതിൽ ഈ വാർത്താ ലേഖകരെ കണ്ടപ്പോൾ പറഞ്ഞില്ല. പക്ഷേ അതായത് ഇതിൽ ഈ മുസ്ലിം സ്ഥാനാർത്ഥികളെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അവ്യക്തതയാണ് 2 മണ്ഡലങ്ങളിൽ, ഒരു മണ്ഡലത്തിൽ നിർത്തുന്നതുമായുള്ള അവ്യക്തതയും അതുപോലെ തന്നെ ഒരു മുതിർന്ന നേതാവിന്റെ സാന്നിധ്യം സംബന്ധിച്ചുള്ള കാര്യത്തിലുമാണ് ഈ തർക്കം അല്ലെങ്കിൽ ഈ അവ്യക്തത നിലനിൽക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് വി എം സുധീരൻ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ പിന്നീട് ഈ വയനാടും അതുപോലെ തന്നെ ആറ്റിങ്ങലും മുസ്ലിം പ്രാതിനിധ്യത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. മൊത്തം സീറ്റുകളിൽ 2 മുസ്ലിങ്ങൾക്ക് നൽകേണ്ട ഒരു ആണ് പരമ്പരാഗതമായി നൽകുന്നത്. ഇതാണ് തർക്കത്തിന് കാരണമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇത് വളരെ കൃത്യമായി തന്നെ പറയേണ്ടതുണ്ട്. ഇതിലൊരു സ്ഥിരീകരണം ലഭ്യമല്ല. മറ്റ് 13 പേരുടെ പട്ടിക സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആ പട്ടിക പൂർണ്ണ തോതിൽ, അതായത് ഇന്ന് തീരുമാനിച്ച 13 പേരുടെയും ലിസ്റ്റ് നമുക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ബാലഗോപാൽ, ഒരിക്കൽ കൂടി വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ എന്ന് പറയുന്നത് സങ്കീർണമായി വരുന്നതിൻ്റെ കാരണം ഷാനിമോൾ ഉസ്മാൻ ഫാക്ടറാണോ? ഷാനിമോളിന് വയനാട് അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ ആലപ്പുഴക്കാരിയായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനെ ഒടുവിൽ ആലപ്പുഴയിൽ തന്നെ മത്സരിക്കേണ്ടി വരും എന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അവസാന നിമിഷത്തിൽ നമ്മൾ ഈ വയനാടും ആലപ്പുഴയും ഒഴിച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഷാനിമോൾ ഉസ്മാൻ അതിൽ പിടിമുറുക്കിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? നികേഷ്, അതായത് നമുക്ക് ഈ മീറ്റിംഗിൽ കഴിഞ്ഞതിന് ശേഷം കൃത്യമായ ഒരു ഉത്തരം ഈ ചോദ്യത്തിന് നൽകാൻ വേണ്ടി കഴിയില്ല. പക്ഷേ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ VM സുധീരൻ ഒരുപക്ഷെ ആലപ്പുഴ വരും. അങ്ങനെ വരികയാണെങ്കിൽ ഈ മുസ്ലിം പ്രാതിനിധ്യം, ഈ മറ്റ് മണ്ഡലങ്ങളിലെ മുസ്ലിം പ്രാതിനിധ്യം വെച്ച് നോക്കുമ്പോൾ 2 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പരമ്പരാഗതമായി മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് വരികയാണെങ്കിൽ ആറ്റിങ്ങലിന്റെ കാര്യത്തിൽ അങ്ങനെ ആ ഒരു തർക്കം നിലനിൽക്കുകയാണ്. വയനാടിന്റെ കാര്യത്തിൽ പൊതുവെ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഒരു തർക്കവും നിലനിൽക്കുന്നുണ്ട്. ഇതാണ് എന്നാണ് നമുക്ക് ഇത് നേരിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കാരല്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പലരിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം. പക്ഷേ ഇത് നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം രമേശ് ചെന്നിത്തലയോ അതല്ല മുല്ലപ്പള്ളി രാമചന്ദ്രനോ ഇതുവരെ ഇതിനെക്കുറിച്ച് പരസ്യമായി പറഞ്ഞിട്ടില്ല. അല്പനിമിഷത്തിനുള്ളിൽ ഒരുപക്ഷെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതായി. അജയ് തറയിൽ പറഞ്ഞതിൻ്റെ ഒരു മറുപടി പറയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കാരണവശാലും ഇത്തവണ ശശി തരൂർ ജയിക്കില്ല. അവിടെ അല്ല, C ദിവാകരൻ 3-ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ 1-ാം സ്ഥാനത്ത് ശശി തരൂരല്ല, 1-ാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരനാണ്. നമുക്ക് എഴുതി വെച്ചോളൂ. കാരണം ഈ കഴിഞ്ഞ കാലയളവിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റും UDFും ഈ രാജ്യത്തെ വിശ്വാസികൾക്ക് നേരെ നടന്ന കടന്നാക്രമണം, ആ വിശ്വാസികളുടെ മനസ്സിലേറ്റ മുറിവ്, അത് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അവർക്ക് കിട്ടിയ ഒരു അവസരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്. അല്ല, തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് പിടിക്കേണ്ട കാര്യമില്ല. കാരണം വിശ്വാസികളുടെ മനസ്സിലുണ്ട് ഇവിടെ ആരാ ഈ തവണ ജയിക്കേണ്ടത്, ആർക്കാണ് വോട്ട് ചെയ്യണം എന്നുള്ള വിശ്വാസികളുടെ നേരത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞിട്ടാണ് ആ നെറേറ്റീവ് ഉമ്മൻചാണ്ടി മാറ്റിയത്. ഇപ്പോ അജയ് തറയിലിന്റെ പ്രസ്താവനയിലൂടെ ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് കാണാൻ പോകുന്നത് നിങ്ങളെ ഡിമോറലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിമോറലൈസ് ചെയ്ത് 3-ാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ്.
നേരത്തെ അങ്ങനെ ആയിരുന്നു. അല്ല, അജയ് തറയിലിന്റെ ഒരു ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചത്. BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും യഥാർത്ഥത്തിൽ ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. BJP കേരളത്തിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും മുന്നോട്ട് വരാനുള്ള യാതൊരു സാധ്യതയില്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ BJP ഭരണത്തെ സംബന്ധിച്ച് നന്നായി വിശകലനം ചെയ്യുന്ന പൗരബോധമുള്ള ജനങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ പൗരാവകാശം വിനിയോഗിക്കുന്നത് കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും അത് തിരുവനന്തപുരം വേറെ ലോകത്തല്ലല്ലോ. തിരുവനന്തപുരം അല്ല, ഞാൻ പറയട്ടെ, തിരുവനന്തപുരം ഈ രാജ്യത്ത് തന്നെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ വളരെ സജീവമായി ജനങ്ങൾ ചിന്തിക്കും. മാത്രമല്ല, BJP അധികാരത്തിൽ വന്നതിന് ശേഷം വർഗീയത എന്ന് പറയുന്നത് സ്ഥിതിവിശേഷം ഗവൺമെന്റ് ഇങ്ങനെ പറയരുത്. ഗവൺമെന്റ് തന്നെ വർഗീയത സ്പോൺസർ ചെയ്യുന്ന സ്ഥിതിവിശേഷം സ്ഥാനാർത്ഥി നിർണയമാണ്. ശ്രീ വിജേഷ് നോക്കൂ, 3 സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 13 സ്ഥാനാർത്ഥികൾ അല്പസമയത്തിനകം, ഏതാണ്ട് അരമണിക്കൂറിനകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ വാർത്താക്കുറിപ്പ് ദില്ലിയിൽ പുറത്തിറങ്ങും. അതിലൂടെ നമുക്കറിയാൻ സാധിക്കും. നോക്കൂ, ഓരോ ദിവസവും തർക്കം. കഴിഞ്ഞ ദിവസം ആദ്യം എന്താ KPCC അധ്യക്ഷൻ പറഞ്ഞത്? ഫെബ്രുവരി മാസം 25-ാം തീയതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന്. ഇതാ ഇപ്പോൾ 15-ാം തീയതിയിലേക്ക് അത് മാറ്റി. 15-ാം തീയതി വൈകുന്നേരം 5 മണിയായിരുന്നു. പിന്നീട് 16-ാം തീയതി ആയിരിക്കുന്നു. വീണ്ടും 17-ാം തീയതിയിലേക്കോ 18-ാം തീയതിയിലേക്കോ, നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ പോയേക്കാം എന്നുള്ളൊരു സാഹചര്യം. അപ്പോൾ തർക്കം തീരുന്നേ ഇല്ല. അതിനുള്ളൊരു വിശദീകരണം നൽകാമോ? ദയവായി തർക്കം എന്ന് പറയരുത്, ചർച്ച എന്ന് പറയുക. നിങ്ങളുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. 100 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു എന്ന്. 500-ലധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ചർച്ചകൾ വേണം. ആ ചർച്ചകൾക്കനുസരിച്ച് സ്ഥാനാർത്ഥികൾ വരും. ഒരു ആശങ്കയും വേണ്ട. തെരഞ്ഞെടുപ്പിന് 35-ലധികം ദിവസം അവിടെ സ്ഥാനാർത്ഥികൾ വരും. പിന്നെ തിരുവനന്തപുരത്തെ പോരാട്ടം ആര് തമ്മിലാണ് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വെച്ച് നമുക്ക് നോക്കാം. ഒരു പ്രയാസവും വേണ്ട. കേരളത്തിലെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കൊലപാതക രാഷ്ട്രീയമാണ്. 5 വർഷക്കാലത്തെ മോദി ഗവൺമെന്റിന്റെ പരാജയമാണ്. BJPയുടെ തർക്കങ്ങളിലേക്ക് ഞാൻ പോകാത്തതുകൊണ്ട് കേരളത്തിൽ എണ്ണാൻ BJP ഇല്ല. എത്ര മോശകരമായിട്ടാണ് BJPയുടെ നേതാവ് പറയുന്നത്, ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു തർക്കമുണ്ടാവും, അത് മാനുഷികമാണ്, വൈകാരികമാണ്. എവിടെ എത്തി നിൽക്കുന്നു BJP? ഞങ്ങൾ ആ BJPയുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ പറ്റി ഒരു പ്രയാസവും വേണ്ട, ഒരു തർക്കവുമില്ല. കൃത്യമായ ചർച്ചയിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ അസന്നിഗ്ധമായി കൈപ്പത്തി ചിഹ്നത്തിൽ 16 സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. അല്ല, നിങ്ങളുടെ പാർട്ടി അതല്ലേ തർക്കം? അതല്ലേ 3 സീറ്റ്. ഞങ്ങൾക്ക് 46 സീറ്റ് അല്ല ശ്രീ മിസ്റ്റർ ഗോപിനാഥ്. ഞങ്ങൾക്ക് 400 ചില്ലാനും സീറ്റുകൾ മത്സരിക്കാനുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾക്ക് മത്സരിക്കണം. അത് പഴയ കാലം. ഇന്ത്യയിൽ കോൺഗ്രസ് എവിടെയാണ് 400 ജില്ലാ സീറ്റിൽ മത്സരിക്കുന്നത്? പഴയ കാലമല്ല, ഞങ്ങൾ തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് മത്സരിക്കുന്ന. ഞങ്ങൾ കൈ നീട്ടി തന്ന കൈയാണ് പ്രിയപ്പെട്ട ഗോപിനാഥ് നിങ്ങളുടെ പാർട്ടി പിടിക്കുന്നത്. മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ 80 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ആര് പറഞ്ഞു? ഏത് രാഷ്ട്രീയം പറഞ്ഞു 250 സീറ്റ്? ഏത് സ്ഥലത്ത്? ഞങ്ങൾ കേരളത്തിൽ 4 സീറ്റ്, കാരണം തമിഴ്നാട്ടിലെ സീറ്റ്, ബാക്കി സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സീറ്റുകൾ തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമാണ്. ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിനും BJPക്കും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, സഖ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മേലുള്ള പ്രധാനപ്പെട്ട ആക്ഷേപമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. വളരെ നന്ദി ശ്രീ KN ഗോപിനാഥ്, ഒപ്പം തന്നെ PM വേലായുധൻ, നിജേഷ്, ഒപ്പം തന്നെ അജയ് തറയിൽ ന്യൂസ് നൈറ്റിൽ സഹകരിച്ചതിന്. ഈ ബുള്ളറ്റിന് ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.